സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ അടുത്ത ഗഡു വിതരണത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ അറിയിപ്പ്. ക്ഷേമ പെൻഷൻ 3000 രൂപയിലേക്ക് ഉടനെ എത്തിക്കും എന്നുള്ള മുഖ്യമന്ത്രിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതോടൊപ്പം തന്നെ മറ്റു ചില അറിയിപ്പുകൾ കൂടി ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ്. ക്ഷേമ പെൻഷൻ അർഹരിലേക്ക് മാത്രം എത്തുന്നതിന് വേണ്ടി മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാമൂഹിക ക്ഷേമ പെൻഷൻ അർഹരിലേക്ക് മാത്രം എത്തിക്കാൻ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ സർക്കാർ ആലോചിക്കുന്നതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ വ്യക്തമാക്കി. എം.എൽ.എമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. നിലവിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ വൻതോതിൽ അനർഹർ കടന്നുകൂടിയിട്ടുണ്ട്. ഇത് പരിശോധിക്കാൻ പുതിയ സംവിധാനം കൊണ്ടുവരും. അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ താമസിക്കുന്ന ഒരാൾ തനിക്ക് കേരളത്തിലെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് പരാതിപ്പെട്ട സംഭവം ചൂണ്ടിക്കാട്ടി പട്ടികയിലെ അനർഹരെ ഒഴിവാക്കേണ്ടതിൻ്റെ ആവശ്യകത മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. മകൻ വിദേശത്ത് ജോലി ചെയ്യുന്നുവെന്ന കാരണത്താൽ നാട്ടിലുള്ള പ്രായമായ അമ്മയ്ക്ക് അർഹതപ്പെട്ട ക്ഷേമ പെൻഷൻ നിഷേധിക്കുന്നത് എങ്ങനെ ശരിയാവുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിച്ചു. അർഹതപ്പെട്ട ഒരാൾക്കും പെൻഷൻ നഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കും മാനദണ്ഡങ്ങൾ രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഇതിന് മറുപടിയും നൽകി. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപ ആക്കും എന്നുള്ളതാണ് UDF സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം. ഈ ഒരു വാഗ്ദാനം നടപ്പാക്കാൻ അധികം താമസമുണ്ടാവില്ല എന്നുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പ് നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഒരുപക്ഷെ അടുത്ത ബജറ്റ് വരുന്നതിന് മുൻപ് തന്നെ ഈ ഒരു 3000 രൂപ പെൻഷൻ നടപ്പാക്കാൻ സാധ്യതയുമുണ്ട്. നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾ ഇതുവരെയും അവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവരുണ്ടെങ്കിൽ, അതായത് പെൻഷൻ ലഭിച്ചു തുടങ്ങിയതിന് ശേഷം ഒരു തവണ പോലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവരാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു ജൂൺ മാസം 30-ാം തീയതിക്കകം അവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമായും സമർപ്പിച്ചിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വരും മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി നിർത്തിയോ അതോ ഇനിയൊരു പദ്ധതി തുടരുമോ എന്ന് ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ഉന്നയിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ഒരു പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയായിട്ടുണ്ട്. ഈ ഒരു പദ്ധതിയെക്കുറിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ വിശദീകരണം നൽകിയിരിക്കുകയാണ്. നിലവിൽ ഈ ഒരു പദ്ധതി തുടരണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇതിൽ പരിശോധനകൾ നടക്കേണ്ടതുണ്ട് എന്നുള്ള അറിയിപ്പാണ് ലഭിക്കുന്നത്. അതായത് നിലവിൽ ഈ ഒരു പദ്ധതി പ്രകാരം അനർഹരായിട്ടുള്ള ആളുകൾക്കും ഈ ഒരു തുക ലഭിക്കുന്നുണ്ട് എന്നാണ് സർക്കാരിൻ്റെ ഒരു കണ്ടെത്തൽ. അപ്പോൾ ഈ ഒരു പദ്ധതിയിൽ കൂടുതൽ പുനഃപരിശോധന നടത്തി അർഹരായിട്ടുള്ള ആളുകൾക്ക് മാത്രം ഈ ഒരു തുക നൽകുന്ന രീതിയിലേക്ക് പരിഷ്കാരങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഈ ഒരു പദ്ധതിയുടെ പ്രകാരം നിലവിൽ ഇനി ഈ ഒരു തുക വിതരണം ഉണ്ടാവുക. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.